എന്താ എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശങ്ങളും പല ലക്ഷ്യങ്ങളും ഉണ്ട്. അതൊക്കെ നിങ്ങളോട് പറയേണ്ടതുണ്ടോ? അതൊന്നും എനിക്ക് അറിയണ്ട. നീ ആ സാരികളിൽ പെയിന്റ് ചെയ്യാത്തത് എന്താന്ന് മാത്രം എനിക്ക് അറിയേണ്ടത്. അതിന്റെ മറുപടി നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്ത് മറുപടി? എനിക്കത് പറ്റില്ല, എനിക്കത് അറിഞ്ഞൂടാന്ന്. എന്റെ ജോലി അതല്ല. അങ്ങനെ പറഞ്ഞാ പറ്റുമോ? നീ ചെയ്ത തെറ്റ് നീ തന്നെ തിരുത്തിയേ പറ്റൂ. ഞാൻ ചെയ്ത ഒരു തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു അബദ്ധം പറ്റി, ഞാനതിന് മാപ്പും പറഞ്ഞല്ലോ. മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ല ഇത്. അമ്മ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നെ ആരും രക്ഷിക്കണ്ട. ആ, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാലേ നീ എവിടെ പോവും? ഞാൻ എവിടെയെങ്കിലും പോയി ജീവിക്കും. അത് പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറ്റിയാൽ കോടതിയോട് സമാധാനം പറയേണ്ടത് ഞാനാ. നിന്റെ സംരക്ഷണ ചുമതല കോടതി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാ. അതെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹിക്കണം, സഹിച്ചേ പറ്റൂ. ഭീഷണിയൊക്കെ കയ്യിലിരിക്കട്ടെ. ചേച്ചി, നാളെ ആ സാരികൾ കൊടുക്കേണ്ടല്ലേ? ആ പെണ്ണ് വല്ലതും ചെയ്യോ? ആ പെണ്ണ് എന്ത് ചെയ്യാനാ? അതിന് അവക്ക് വല്ലതും അറിയൂ? അവൾക്കൊന്നും അറിയില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇതൊക്കെ അപാരമായ കഴിവും ദൈവാനുഗ്രഹവും ഒക്കെ ഉള്ളവര് ചെയ്യേണ്ട ജോലിയാ. എന്റെ അമ്മ ചെയ്യുന്നു വെച്ച് എല്ലാവർക്കും അത് ചെയ്യാൻ അറിയൂ? അല്ല, നന്ദിനിയിടത്തേക്കും ഒന്നാം തരോട്ട് അറിയാം മ്യൂറൽ പെയിന്റിംഗ്. അവക്ക് എന്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്തല്ലേ. ബ്രഷ് പിടിക്കാൻ പോലും അവർക്കറിയില്ലായിരുന്നു. അതൊക്കെ പോട്ടെ. ഈ മീനാക്ഷിക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്നതേ ഒരു 8ന്റെ പണി തന്നെയാണല്ലോ. 8ന്റെ പണിയല്ല, 4, 8, 32ന്റെ പണി. അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിലാക്കണോന്ന് ആലോചിച്ച് തല പുകയായിരുന്നു. ഇപ്പൊ അതിന് കൃത്യമായിട്ടൊരു വഴി വന്നില്ലേ? അതെ അതെ, മ്യൂറൽ പെയിന്റിംഗ് ചെയ്തു വെച്ചില്ലെങ്കിലേ നാളെ മീനാക്ഷി പുറത്ത് തന്നെയാ. കരഞ്ഞു വിളിച്ചുള്ള അവളുടെ പോക്ക് കാണാനേ എനിക്ക് കൊതിയാവുക. അല്ല, ഇനി നന്ദിനിയിടത്തെ അവളെ രക്ഷിക്കാൻ പോവോ? ഏയ്, അതൊന്നും നടക്കില്ല. വിധിച്ചിരിക്കുന്നതേ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയാ. അതിന് അപ്പീലും ഇല്ല, ദയാഹർജിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് കളവാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? എങ്കിൽ ദാ നോക്ക്. ദൈവമേ, ഇതുവരെ കിടന്നില്ലേ? നേരെ ഒരുപാട് വൈകി. ഉറക്കം വരുന്നില്ല മോനെ.
എന്തിനാ ദൈവമേ പാതിരാത്രി വരെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തായാലും ഇത് തീർത്തിട്ട് ഉറങ്ങാം മോനെ. എന്നാ ശരി, ഞാനും കുറച്ചേരം അമ്മയ്ക്ക് കൂട്ടിരിക്കാം. ഫോണെടുത്ത് ഇവളെന്തായി ചെയ്യുന്നത്? നല്ല ഉറക്കമാണല്ലോ, ശല്യപ്പെടുത്തണ്ട. ഇപ്പോൾ കാർത്തിക് അവളെ പിടിക്കും. ഒച്ചപ്പാടും ബഹളവും ആവും, ആളുകൾ ഓടിക്കൂടും. കുഴപ്പമായല്ലോ ദൈവമേ. എൻ്റെ ഫോൺ താഴെ പോയോ? അല്ലാതെ എൻ്റെ ഫോൺ എന്താ ഇവിടെ? ഹലോ സർ, സ്പെഷ്യൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഹലോ ഹലോ സർ, 1 minute സർ.
എന്താ അത്? മരപ്പട്ടിയാണോ മനുഷ്യപ്പട്ടിയാണോ? എന്തായാലും ചെമ്പകമംഗലത്ത് മരപ്പട്ടി കയറാൻ സാധ്യതയില്ല. ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ തലയ്ക്ക് കൊണ്ട് അമിട്ട് പൊട്ടിച്ചാലും കൂർക്കം വരിക്കോ ഒരു കുറവുമില്ല. കഷ്ടം. എന്താ നീ എന്തിനാ ഇപ്പൊ ഈ വീട്ടിലേക്ക് വലിഞ്ഞേറിയ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് പെൺകൊച്ചെ ധിക്കാരം പറഞ്ഞല്ലോ അടിച്ചിട്ടോ. മിണ്ടി പോരുത്. നീ ഇപ്പൊ ഡോർ അടച്ചേ? ഒന്ന് മിണ്ടാതിരിക്കാവോ? ആരകത്തേക്ക് ഒളിച്ചു കയറിയത്? വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ, വാതിൽ തുറക്കാനാ പറഞ്ഞേ. ആരാ അകത്ത്? വാതിൽ തുറക്കാൻ, വാതിൽ തുറക്കാനല്ലേ പറഞ്ഞേ? തുറക്കാൻ, തുറക്ക്. ആരാ അകത്ത്? എന്താ അവിടെ? എന്താ എന്താ മാലതി? അമ്മേ, ഈ മുറിക്കകത്ത് ആരോ കേറിയിട്ടുണ്ട്. ഇത് നന്ദിനിയുടെ മുറിയല്ലേ? ആരായാലും എന്താ, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടരായാലും തെറ്റ് ചെയ്താ തെറ്റ് തന്നെയാ. തുറക്കാൻ, തുറക്ക് നന്ദിനി, തുറക്കാൻ. തുറക്കണ്ട. പിടി വീണാലേ എനിക്ക് മാത്രല്ല നിനക്കും കുഴപ്പമുണ്ടാവും. ചതിച്ചല്ലോ എന്റെ ദൈവമേ. താൻ എന്തിനാ എന്റെ പിറകെ ഇതിനകത്തേക്ക് വലിഞ്ഞു കയറിയത്? വാതിൽ തുറക്കാൻ. നന്ദിനിയെടുത്തി, എന്തായാലും വാതിൽ തുറക്ക്. എന്തിനൊരു പരിഹാരം ഇല്ലേ? എന്റെ പേരാണല്ലോ എല്ലാവരും വിളിക്കുന്നത്. എന്തായിരിക്കും? നന്ദിനി, വാതിൽ തുറക്കാൻ. തുറക്ക് വാതില്. നന്ദിനി, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇവള് പേരും കള്ളിയാണെന്ന്. ആരാ കണ്ടത് ഇതിനകത്ത് ആള് കയറി പോകുന്നത്? അമ്മേ, ഞാനാ കണ്ടത്. എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല അല്ലേ? നന്ദിനി, നന്ദിനി, തുറക്കാൻ. തുറക്കാൻ. അമ്മ കണ്ടില്ലേ? ഒന്നുമില്ലെങ്കിൽ പിന്നെ നമുക്ക് കഥക് തുറന്നാൽ എന്താ? നന്ദിനി, വാതിൽ തുറക്ക്. ദേ, അമ്മ ഇവിടെ വന്ന് നിൽക്കുക. വാതിൽ തുറക്കാൻ. മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി. അപ്പൊ ഞാൻ കരുതിയതുപോലെ തന്നെ അവള് തന്നെ, മീനാക്ഷി. അവളാ എന്റെ മുറിക്കകത്ത്. നന്ദിനി, ദേ, വാതിൽ തുറക്ക്. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കുവേ. വാതിൽ തുറന്നാൽ എന്താ? വാതിൽ തുറക്കാൻ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താ സംഭവം? അച്ഛാ, ഈ മുറിയിൽ നന്ദിനി അല്ലാതെ വേറെ ആരോ കേറി പോകുന്നത് കണ്ടു. ആരാ കണ്ടത്? നീ കണ്ടോ? കണ്ടത് ഞാനല്ല, കണ്ടത് മാലതിയാ. പക്ഷെ ഇവിടെ ഒരു തട്ടുമുട്ടും കേട്ടാ ഞാൻ ഉണർന്നത്. ഞാൻ കണ്ടത് തന്നെയാ. ഈ നന്ദിനെ വിളിച്ചിട്ട് വാതിൽ തുറക്കാത്തത് എന്താ? നന്ദിനി, 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 വാതിൽ തുറക്ക്. എന്താ എന്താ എല്ലാവരും കൂടെ ഇവിടെ? നീ ഇതെവിടെയായിരുന്നു? നിന്റെ മുറിയിലേക്ക് ആരോ കേറിപ്പോയിന്ന് പറഞ്ഞാ ഇവര് ബഹളം വെക്കുന്നേ. ആരോ മുറിക്കകത്തുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. വാതിൽ തുറക്കുന്നില്ലല്ലോ.
മീനാക്ഷി, വാതില് തുറന്നേ. മീനാക്ഷി, മീനാക്ഷിയോ? അവിടെ കളി. നീ എങ്ങനെ ഇതിനകത്ത് വന്ന് കയറി? ചോദിച്ച കേട്ടില്ലേടി, എങ്ങനെ ഈ മുറിക്കകത്ത് കേറിയെന്ന്? നിനക്ക് നാവില്ലേടി? എന്തിനാ നീ ഇതിനകത്ത് കേറിയെന്ന്? അതെ, ഞാൻ പറയാം. ഇവളവിടെ ഒറ്റയ്ക്കിരുന്ന് സാരികൾ പെയിന്റ് ചെയ്യായിരുന്നു. സാരികൾ പെയിന്റ് ചെയ്യേ ഇവളോ? അത് അവൾക്ക് ടോയ്ലറ്റിൽ പോണെന്ന് പറഞ്ഞപ്പോ ഞാനാ എന്റെ മുറിയിലേക്ക് ഇവളെ പറഞ്ഞു വിട്ടത്. നീ എന്തിനാ ഇവളെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റിയത്? ഇവളെ ഇതിന്റെ അകത്തേക്ക് കേറ്റിടുന്നല്ലേ അമ്മയുടെ ഓർഡർ? പൂജ നടത്തുമ്പോ കയറ്റരുതെന്നല്ലേ അമ്മ പറഞ്ഞോളൂ. അതവൾക്ക് പുലയുള്ളതുകൊണ്ടല്ലേ. ഇവളെ ആ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടാൽ എന്താ? ഇവിടേക്ക് തന്നെ കയറ്റി വിടണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അതെ, അതെന്നെയാ ഞാനും ചോദിക്കുന്നേ. പെട്ടെന്ന് നന്ദിനി അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതിനെന്താ കുഴപ്പം? മനുഷ്യന്റെ ഉറക്കം കളഞ്ഞില്ലേ? ഇനിയിപ്പോ ഒന്ന് ഉറങ്ങി കിട്ടണമെങ്കിൽ പെടാപ്പാട് പെടണം. സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ട്, സമാധാനമുള്ളവർക്ക് ഉറക്കമുണ്ട്. നന്ദിനി, നീ അവളെ വിളിച്ച് ഔട്ട് ഹൗസിലേക്കാക്ക. വാ, വരാൻ. ആ നന്ദിനി എടുത്തിയെ സ്തുതിക്കണം. അമ്മ, നീയാണോ ഇന്നലെ അവളെ കളർ ചെയ്യാൻ സഹായിച്ചത്? ഏയ്, ഞാനല്ല. അവളെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ചെന്ന് നോക്കിയപ്പോ അവളവിടെ ക്ഷമയോടെ ഇരുന്ന് കളർ ചെയ്യുന്നതാ ഞാൻ കണ്ടത്. ദൈവത്തിനറിയാം അത് നാശമാക്കിയിട്ടുണ്ടോന്ന്. ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അവളെ ഇവിടെ വെച്ചേക്കില്ല. അല്ല, അവള് കളർ ചെയ്ത സാരി നീ കണ്ടായിരുന്നോ? ഇല്ല. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ, അവൾക്ക് കണ്ടക ശനിയാണോ ശുക്രദശയാണോ എന്ന് ഇപ്പൊ അറിയാം. മഹാദേവ ഭഗവാനെ, അമ്മയോട് നുണ പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണേ.